الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതാലിം സുഹൃത്തുക്കളെ, മറ്റു വിദ്യാർത്ഥികളെ, കാരണവന്മാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറയുന്നത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതാണ്. എന്താണ് ശമായിൽ പറയുന്നത്? ശമീലത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശമീലത്തു റസൂലില്ലാഹി, തങ്ങളുടെ ശരീരഭംഗികൾ, അവിടുത്തെ സ്വഭാവ മഹിമകൾ എന്നതാണ് ശമായിൽ പറയുന്ന വിഷയം. മുത്തുനബിയുടെ മധു പറഞ്ഞവർ എന്നതാണ് പറഞ്ഞ മൗലിദ് ഉള്ളത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നു? ഉള്ളു ചുവന്ന വെള്ള നിറം നബി, നീണ്ടവരല്ല, അറിവിനല്ല കുറിയവർ, നല്ല തടി മുഖം ഒത്താനിലാവേ. അതാണ് ശമായിൽ പറയുന്നത്. വല്ലാതെ നീണ്ടവരല്ല, വല്ലാതെ കുറിയവരുമല്ല. ഒരു സദസ്സിലിരുന്നാൽ അവിടെ ഏറ്റവും വലുത് മുത്തുനബിയായിരിക്കും. മുഖം വട്ടത്തിലുള്ള മുഖമായിരുന്നു, കിണ്ണം പോലെയുള്ള വട്ടമല്ല. മുഖത്തിന്റെ ഭംഗി ഏറ്റവും നല്ലത് ഏതാണ്? അതേ മതി ഏറ്റവും നല്ല വട്ടമുള്ളൊരു മുഖമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. പുരികങ്ങൾ കൊള്ളുകയാണെങ്കിൽ അടുത്തായിരിക്കും, എന്നാൽ തമ്മിൽ തട്ടുകയില്ല. ഇവകളിൽ നല്ല കറുപ്പാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്ക് ഒരൽപ്പം പൊങ്ങി നിൽക്കുന്നു. കാരണം സൗന്ദര്യമുള്ളവരിൽ ഏറ്റവും വലിയ അടയാളം എന്താണ്? മൂക്ക് ഒരൽപ്പം പൊങ്ങി നിൽക്കലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്ക് ഒരു അല്പം പൊങ്ങി നിൽക്കുന്നതാണ്. മുത്തുനബിയുടെ കവിൾ തടം നോക്കുകയാണെങ്കിൽ മെലിഞ്ഞൊട്ടിയിട്ടില്ല, അഥവാ തടിച്ചു പൊങ്ങിയിട്ടുമില്ല. അതിന്റെ രണ്ടിന്റെയും മധ്യഭാഗത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ രൂപമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ മുഖത്തിലേക്ക് നോക്കിയാൽ കണ്ണാടിയിലേക്ക് നോക്കുന്നത് പോലെയാണ്. അത്രക്കും പ്രകാശമാണ് ആ മുഖത്തിൽ നിന്ന് വരുന്നത്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലുകളിൽ നിലയിട്ടടിച്ച് വീശുന്നത് പോലെ ചുണ്ടരുകളിൽ പതിക്കും. നാം എല്ലാവരും കേട്ടിട്ടില്ലേ, ആയിഷ റളിയല്ലാഹു സൂചി നിലത്ത് വീണുപോയി. ആ സൂചി എടുക്കാൻ വേണ്ടി അവിടെ വെളിച്ചമില്ലായിരുന്നു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമങ്ങ് പ്രകാശിച്ചു. അങ്ങനെ ആ സൂചി അവിടെ നിന്ന് എടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ നോക്കുകയാണെങ്കിൽ തടിച്ച ചുണ്ടുകളല്ല, പല്ലുകളാണെങ്കിൽ മുല്ലപ്പൂ പോലെയുള്ള പല്ലുകളാണ്. കണ്ണിന്റെ കൃഷ്ണമണിക്ക് നല്ല കറുപ്പാണ്, വെള്ളഭാഗത്ത് നല്ല വെളുത്ത് തുടുത്തതുമാണ്, നല്ല തിളക്കമുള്ള വിരണിയാണ്. ആ രണ്ട് വിരണിയുടെ ഒരു സീലടിച്ചിട്ടുണ്ട്.
ഹാത്തമുന്റെ പൂവിനെന്നാണ് ആ സീല്. അതിൽ നേരിയ ചില കറുത്ത രോമങ്ങളുമുണ്ട്. ആ സീല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളുത്തതായതുകൊണ്ട് ആ സീല് കാണാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സീലിൽ കറുത്ത മുടിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റും വയറും ഒരുപോലെയാണ്. ഒരു പലക വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റും വയറും നിൽക്കുന്നത്. സിക്സ് പാക്ക് പ്രകൃതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കൈകളും കാലുകളും നല്ല തൊടുപ്പുള്ളതാണ്. നല്ല വലിപ്പമുള്ള വിരലുകളായിരുന്നു. നീളം കൂടിയ വിരലുകളല്ല, നല്ല ശക്തമായ വിരലുകളാണ്. ആ കൈയൊന്ന് പിടിച്ചാൽ നല്ല മൃദുലമായ നല്ല സോഫ്റ്റി ഹെൽത്തി ഇങ്ങനെയുള്ള വിരലുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. കാലിന്റെ മടമ്പുകൾ തടിച്ചിറങ്ങി തുടിച്ചു നിൽക്കുന്നത് പോലെയുള്ള മടമ്പുകളല്ല, അതും പെർഫെക്റ്റ് ആയ രീതിയിലുള്ളതാണ്. കാലിന്റെ അടിഭാഗം പരന്നതാണ്, പക്ഷേ മർമ്മഭാഗം കുറച്ച് പുതിയതുമാണ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയാണെങ്കിൽ ഓരോ കാലും പറിച്ചു വെച്ചതുപോലെയാണ് നടക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തും ഓരോ കാലും പറിച്ചു വെച്ചതുപോലെയാണ്. ഇത്രയും ഭംഗിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുന്നത് ഒരു മലഞ്ചെരുവിൽ നിന്ന് വെള്ളം തിരമാലയായി ഒഴുകി വരുന്നത് പോലെയാണ്. വകാന ജുൽലുനദിരിഹി ഇലൽ അർളി. മുത്തുനബിയുടെ നോട്ടം ഭൂമിയിലേക്കാണ്, ഇടത്തും വലത്തും നോക്കുന്നില്ല. ഇങ്ങനെ നോക്കാനുള്ള കാരണം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് ആകാശത്തേക്ക് നോക്കിയിരിക്കും. ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയാണ്. സമയത്ത് എഴുന്നേറ്റാൽ വീട്ടിന്റെ പുറത്ത് വന്ന് കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഇന്നാ ഫീ ഖൽഖസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. എന്ന ഖുർആൻ പഠിപ്പിച്ചിരുന്ന ആയത്ത് ഓതുകയാണ്. ഈ ശാസ്ത്രം ഖുർആൻ ശാസ്ത്രത്തെ പഠിപ്പിക്കുന്ന ആയത്ത് ഓതുകയാണ്. ഈ ആയത്ത് ഓതിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തആല അവന്റെ ജന്നത്തിനെയും നമ്മെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. ആമീൻ ആമീൻ റഹ്മതിക യാ റഹ്മാൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.